മിഠായിക്കൊക്കെ അരയുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റായിട്ട് ഇന്ന് കാണിക്കുന്നത് നല്ല കറുമുറയായിട്ടുള്ള ഒരു സ്വീറ്റാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാ ഈ ഒരു മക്കാനയാണ്, അഥവാ ലോട്ടസ് സീഡ്സ്. ഇത് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലോട്ടസ് സീഡ്സിൻ്റെ ഇത് മീഷോയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ അതായത് ഞാനൊരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മക്കാന തന്നെയാണ് കേട്ടോ. അപ്പം അടുത്തുള്ള ഷോപ്പിലൊന്നും കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് നമുക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മക്കാന ചേർത്തിട്ട് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞ് വരുന്ന രീതിയിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ അങ്ങ് പൊടിഞ്ഞ് വരണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ കേട്ടോ. മക്കാന നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 അച്ച് ശർക്കര പൊടിച്ചിട്ട് അതും ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ ആ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മക്കാന ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ശർക്കര എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു കാണാനൊരു ഭംഗിക്കും എക്സ്ട്രാ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്ത എള്ളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ആ വെളുത്ത എള്ള് ചേർക്കുന്നതിന് പകരം നമുക്ക് നട്ട്സുകൾ പൊടിച്ചിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ. ബദാമോ കാഷ്യൂസൊക്കെ. അപ്പം ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നട്ട്സ് പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആട്ടോ. നട്ട്സ് കൂടെ അതിൻ്റെ ഇടയിൽ കടിക്കാൻ വരുമ്പോൾ. എന്നിട്ടിത് ചൂടോടെ കൂടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടാറിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചൂടാറിന് ശേഷം ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. അടിപൊളിയായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള മിഠായി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതാ ഇത് ഞാൻ നട്ട്സ് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നട്ട്സ് കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു എള്ള് ചേർക്കുന്ന സമയത്ത് നട്ട്സ് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.